ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പലഹാരമാണ്, ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഒരു മത്തങ്ങ കൊണ്ടാണ് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പൊ ഒന്നാമത് കൃഷിയൊന്നും ഇല്ലാതെ മത്തങ്ങ ഒന്നും ഇല്ല ആർക്കും തന്നെ. അതുകൊണ്ട് ആരും ഉണ്ടാക്കാറുമില്ല. പണ്ടൊക്കെ ഇപ്പൊ പിന്നെ എല്ലാവരും നമ്മൾ അങ്ങോട്ട് പോവുക, മാർക്കറ്റിൽ അവിടെ പോവുക, ബേക്കറികൾ അങ്ങനെ ഇഷ്ടം പോലെ വഴിക്ക് മുക്കിലും ബേക്കറി ഇരിക്കുക. അപ്പൊ നമ്മൾ ആ പൈസ കൊടുത്ത് ബേക്കറി സാധനങ്ങൾ മേടിച്ചു. എന്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ബേക്കറി ഒന്നും കാണാനില്ല. നമ്മൾ ബേക്കറി പലഹാരങ്ങളെ മേടിക്കാറില്ല. നമ്മൾ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പൊ അതുപോലെ തന്നെ ബ്രെഡ് അങ്ങനൊന്നും ഉള്ള ഒരു കാര്യവും ഇല്ല. ഞങ്ങളുടെ അവിടെ ഒരാൾ കൊട്ടയ്ക്കകത്ത് ബണ്ണുണ്ടാക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് ബണ്ണ് ചുമന്നുകൊണ്ട് വരും. അപ്പൊ അതിങ്ങനെ വിളിച്ചോണ്ടാ വരുന്നത്, ബണ്ണേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് വരുമ്പോഴേ, ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ഇവിടെ വഴിയുണ്ട്. അപ്പൊ അവിടെ വരുമ്പോ ഇത് മിക്കവാറും തീരാറാകുമ്പോഴേ ആ പുള്ളി ആ കൊട്ട താത്ത് വെച്ച് അതിനകത്ത് ചെറിയ ബണ്ണുകളും പൊടിഞ്ഞ ബണ്ണും ഒക്കെ ഞങ്ങൾക്ക് പിറക്കി തരുമായിരുന്നു. അങ്ങനെയാണ് ബണ്ണൊക്കെ നമ്മൾ തിന്നത്. അല്ല നമ്മളൊന്നും കടകളിൽ പോയി ഒരു ബണ്ണ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു കേക്ക് മേടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു സാധനം നമ്മൾ പലഹാരം കൊണ്ടിരിക്കുക. കടയിലുള്ളതെന്ന് പറഞ്ഞാൽ ചായക്കടയിലെ വല്ല പരിപ്പ് വടയോ, അതുപോലെ ചക്കയുടെ കാലത്ത് ചക്ക ഒക്കെ വറുത്തിടും, ഏത്തക്കയുടെ കാലത്ത് ഏത്തക്ക ഉപ്പേരി വറുത്ത് വയ്ക്കും. പിന്നെ അല്ലെ പപ്പടവട. അന്ന് ഉഴുന്നുവടയൊന്നുമില്ല. ഈ പപ്പടവട, പരിപ്പ് വട, ഈ ഏത്തക്ക ഉപ്പേരി, ചക്ക വറുത്ത് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചായക്കടയിലെ പലഹാരങ്ങളും ഒക്കെ. അല്ലാതെ ബേക്കറി ഒന്നും എന്റെ ചെറുപ്പത്തിലൊന്നും ബേക്കറി കണ്ടിട്ടേ ഇല്ല, ബേക്കറി ഇല്ലായിരുന്നു. ആ ബേക്കറി പലഹാരം നമ്മൾ തിന്നിട്ടുമില്ല കേട്ടോ. തിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ അപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊന്നും ബേക്കറി ഇല്ല, ബേക്കറി പലഹാരങ്ങളൊന്നും നമ്മൾ കഴിക്കാറില്ല. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ 4 മണിക്കും ഒക്കെ ഒരു പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി ചായ കുടിക്കാനൊക്കെ ഉണ്ടാക്കുക. ചായ അല്ല, എന്നൊക്കെ കാപ്പിയാ, കടുങ്കാപ്പിയാണ് കുടിക്കുന്നത്. കാപ്പി കുടിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ ചക്ക കൊണ്ടുണ്ട്, ചക്കപ്പഴം കൊണ്ടുണ്ടാക്കും, കപ്പ കൊണ്ടുണ്ടാക്കും, മത്തങ്ങ കൊണ്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ അരിതരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ആ ഒരു പലഹാരമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാനുണ്ട് 1.5 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്ന് കീറി നമുക്കൊന്ന് അരിയാം. നല്ല പഴുത്ത മത്തങ്ങയാണ് ഇതിന് വേണ്ടുന്നത്. ശരിക്കും നാടൻ മത്തങ്ങയാണ് വേണ്ടത്, നാടൻ മത്തങ്ങ. ഇത് നാടൻ പോലെ തോന്നുന്ന ഒരു ഫോറിൻ മത്തങ്ങയാണല്ലേ? കാരണം ഇത് നമ്മുടെ നാട്ടിലെ മത്തങ്ങ അല്ല അല്ലേ? അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ നല്ല പഴുത്ത മത്തങ്ങയാണ് ഇതിന് വേണ്ടുന്നത്. അപ്പൊ നമുക്കിതൊന്ന് കീറിയിട്ട് നമുക്കിതൊരു ചെത്തണം. ഇതിന്റെ തൊലിയൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി എടുക്കണം. നമുക്കിത് നമ്മൾ 1.5 കിലോ മത്തങ്ങ 1.5 കിലോ മത്തങ്ങയുണ്ട്. അപ്പൊ ഏത് മത്തങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാടൻ മത്തങ്ങയാണെങ്കിൽ കുറച്ചും കൂടി രുചിയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പണ്ട് ഇങ്ങനത്തെ മത്തങ്ങ ഇല്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും നാടൻ മത്തങ്ങ. പണ്ട് ഈ മത്തങ്ങ വെളിയിൽ നിന്ന് മത്തങ്ങയൊന്നും വരുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് നാടനില്ല, ഈ വെളിയിലെ മത്തങ്ങയാണ് ഉള്ളത്. ഇപ്പൊ എല്ലാ സാധനവും അങ്ങനെ വെളിയിലെ സാധനം. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, കുറച്ച് ദിവസം ഇരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ മത്തങ്ങ അതേ കഴുകി വൃത്തിയാക്കി കൊണ്ട് നമ്മളതൊരു കഷ്ണമാക്കുവാണ്. നമ്മൾ ഈ മുരിപ്പിലാണ് ഈ കഷ്ണമാക്കുന്നത്. ഈ മുരിപ്പ് നമ്മള് ഈ കഷ്ണമാക്കുന്നത് സാമ്പാർ കഷ്ണത്തെക്കാളൊക്കെ കുറെ കൂടെ വലിപ്പമുള്ള കഷ്ണങ്ങൾ. എരിശ്ശേരിയുടെ ഒക്കെ എരിശ്ശേരിക്ക് ഈ വലിപ്പമാണോ? എരിശ്ശേരിക്ക് ഇതിൽ ഇച്ചിരി വലിപ്പം കുറയ്ക്കും അല്ലെ? അപ്പൊ എരിശ്ശേരിനേക്കാളൊക്കെ വലിപ്പത്തിലാണ് അരിയുന്നത്. അത്യാവശ്യം വലിപ്പത്തിലാണ് അരിഞ്ഞിടുന്നത് അല്ലേ? ഈ ഒരു രീതിയിൽ. അപ്പൊ നമ്മുടെ മത്തങ്ങ എല്ലാം അങ്ങനെ കഷ്ണമാക്കി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പാത്രവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിനകത്താണ് ഇത് വേവിക്കാൻ പോകുന്നത്. ഒരു ശകലം വെള്ളം മതി, ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പൊ പെട്ടെന്ന്. അപ്പൊ നമുക്കിത് കുക്കറിനകത്തോട്ട് വാരിയിടാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിന്റെ അകത്ത് വേവിക്കാൻ നേരത്തെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി വെള്ളമേ ഒരു തുടം വെള്ളം ഒഴിച്ചാൽ മതി. മത്തങ്ങയ്ക്ക് വെള്ളമുണ്ട്. പിന്നെ കുക്കർ ആയതുകൊണ്ടാണ് നമ്മളൊരു ശകലം വെള്ളം ഒഴിക്കുന്നത്. തളിച്ച രീതിയിലുള്ള അത്രേ ഉള്ളൂ. ആക്ച്വലി പണ്ടൊക്കെ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അടുപ്പിൽ തന്നെയാണ്. അന്ന് കുക്കറൊന്നും ഇല്ല. നമ്മൾ കലത്തിലൊക്കെ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഉള്ളിയിലും കലത്തിലൊക്കെയാണ് വേവിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം വെള്ളം ഉണ്ടോ ഇല്ല. ഇതിപ്പോ കുക്കർ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു തുടം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എത്ര വിസിൽ അടിക്കണം? 2 വിസിൽ മതി. 2 വിസിലടിച്ച് വേവിച്ചത് മാറ്റി വെക്കണം. മത്തങ്ങ അരിതരം ഉണ്ടാക്കാൻ നമ്മൾ മത്തങ്ങ അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രധാനപ്പെട്ടതായിട്ട് അരിയാണ് വേണ്ടുന്നത്. അരി എന്ന് പറഞ്ഞാൽ പുഴുക്കലരി വേണം. പച്ചരി ഉണക്കലരി ഒന്നും കൂടുതൽ. നമ്മള് നെല്ല് കുത്തിയ നമ്മുടെ പുഴുക്കൽ നെല്ലിന്റെ അരിയാണ്. 250 ഗ്രാം അരി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ അരി നമ്മൾ പാത്രത്തിലോട്ട് ഇടാം. നമുക്ക് ഈ അരി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പൊ നമ്മുടെ അരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തീ കൊടുത്ത് കെടുത്തി വാങ്ങാം.
പൊട്ടി അരി അല്ലേ? പൊട്ടി, എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരിയെല്ലാം നമ്മളൊന്ന് തണുക്കാനായിട്ട് ഇനി പാത്രത്തിലേക്ക് ഇട്ടേക്കും അല്ലെ? അരി അങ്ങനെ നമ്മൾ വറുത്ത് തണുക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മത്തങ്ങയും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ഇത് രണ്ടും തണുക്കുന്ന ഈ ഒരു സമയം കൊണ്ട് നമ്മൾ 2 പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഒരു തേങ്ങ അല്ലെ, ഒരു ചെറിയ തേങ്ങ, ഒരു തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ കുറച്ച് ജീരകം, ഇത് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചെറു ജീരകം, സാധാ ജീരകം അല്ലെ? അതോടൊപ്പം തന്നെ ഒരു 6 ഏലക്കായ. ഇതിപ്പോ കുഞ്ഞു ഏലക്കായ ആയതുകൊണ്ടാണ് കേട്ടോ 6 എണ്ണം എടുത്തത്, അല്ലെ ഇത്രയും വേണ്ട അല്ലേ? ഇത് ഇച്ചിരി മക്ക് പോലത്തെ ഏലക്കായാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു 6 ഏലക്കായ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യണ്ടേ? പൊടിക്കണം. ഇത് നന്നായിട്ട് പൊടിച്ച് അരകല്ലെ വെച്ച് ഇത് പൊടിച്ചുകൊണ്ട് വരണം. പിന്നെ തേങ്ങായും ചിരണ്ടി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ മത്തങ്ങ അരിതരത്തിന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ അരി അങ്ങനെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനി നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം അല്ലേ? നന്നായിട്ട് പൊടിക്കണം. അപ്പൊ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം. ഒപ്പം നമ്മുടെ മത്തങ്ങ അതേ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുക്കണം എന്നൊന്നുമില്ല മത്തങ്ങ അല്ലേ? ഇത് നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി അല്ലേ? അതുകൊണ്ടാണ് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് പൊടിച്ചു എടുക്കണം. നമ്മൾ ചീനിച്ചട്ടിക്കകത്തേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെക്കാനുണ്ട്. അപ്പൊ കാഷ്യൂനട്ട് വറുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കിസ്മിസും കൂടെ നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ അരി ദേ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ മത്തങ്ങ നമുക്കത് നന്നായിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ശരിക്കും അപ്പൊ നമുക്കിതിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ, അതുമല്ല മിക്സിക്കകത്തൊന്നും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റർ അല്ല നമുക്ക് കിട്ടുന്നത് മിക്സിയിൽ എടുക്കുമ്പോൾ. അപ്പൊ മിക്സിയിൽ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു തവി ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ടത് ഒന്ന് ഞെക്കി എടുത്താൽ മതി, ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുമ്പോൾ തന്നെ അതായിക്കോളും. കണ്ടോ? ഈ ഒരു പരുവത്തിൽ മത്തങ്ങ നമുക്ക് ആക്കി വെക്കാം. ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മത്തങ്ങ അരിതരത്തിന്റെ കുക്കിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത് ഇനിയാണ്. അപ്പൊ ഇത്രയും നമ്മുടെ ഒരു ഫസ്റ്റിലത്തെ ഒരു പരിപാടികളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ നമുക്ക് കാണാം. അപ്പൊ നല്ല അതീവ രുചിയുള്ള ഈ ഒരു മത്തങ്ങ അരിതരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയാനും, ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മത്തങ്ങ അരിതരത്തിന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട് നമ്മുടെ പലഹാരം ഉണ്ടാക്കാനും കൊണ്ട്. അതിനകത്ത് ശർക്കരയാണ്, നമ്മൾ ശർക്കര നേരത്തെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ്. ഒരു 1/2 കിലോ ശർക്കര നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് മതി നമുക്ക്. അത് നമുക്കൊന്ന് വരട്ടി അത് നല്ലപോലെ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാൻ. ഒന്ന് തിളക്കട്ടോ. ശർക്കര വേണമെങ്കിൽ നേരത്തെ ഉരുക്കി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ടിന്നുകൾക്കകത്തോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ അവിടെ ഇരുന്നോളൂ അല്ലെ? നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉരുക്കേണ്ടി വരും. അപ്പൊ അതൊരു വലിയ പണിയാണ്. അപ്പൊ ആ പണി നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മുടെ ശർക്കര നല്ല പോലെ പതഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി മത്തങ്ങയുടെ കോരി അതിനകത്തോട്ട് ഇടാം. ഉടച്ച മത്തങ്ങ അല്ലെ? അപ്പൊ നമ്മുടെ ശർക്കര മത്തങ്ങ നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കണം അല്ലേ? അപ്പൊ നമ്മുടെ ശർക്കരയും മത്തങ്ങയും കൂടെ നമ്മൾ വരട്ടിക്കൊണ്ടിരിക്കണം. അതിന്റെ കൂടെ നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് മതി, 1 സ്പൂൺ മതി. പിന്നെ നമ്മൾ ബാക്കി നെയ്യ് ചേർത്തിട്ടുണ്ട്. വേറെ നമ്മൾ വഴറ്റിയ നെയ്യൊക്കെ ഇരിപ്പുണ്ട് അല്ലേ? മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും ഒക്കെ നെയ്ക്കകത്താവും. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് വിട്ട് വന്നെന്നുണ്ടെങ്കിൽ നെയ്യ് ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലേ? പക്ഷെ നമുക്ക് ഒത്തിരി നെയ്യ് വേണ്ട അല്ലേ? നെയ്യ് വേണ്ട. അപ്പൊ നമുക്ക് നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റി ഈ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് പറ്റിക്കണം അല്ലേ? നന്നായിട്ട് അപ്പൊ നമ്മുടെ തേങ്ങായും കൂടെ ചിരണ്ടി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഇട്ട് വരട്ടാം.
അപ്പൊ തേങ്ങയിലൊക്കെ മധുരം അങ്ങ് പിടിച്ചിട്ട് ഇനി തേങ്ങയൊക്കെ ഇതിന്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് അല്ലേ വരളണം, വരണ്ട് നന്നായിട്ട് പിടിച്ചല്ലേ. അത് തന്നെ. അപ്പൊ നമ്മുടെ ഈ അരിതരത്തിന്റെ അകത്ത് ഒരു പ്രോബ്ലം നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ആയി പോയി. നമ്മൾ പൊടിച്ചു വെച്ച അരിപ്പൊടി ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒപ്പം നമ്മള് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചും കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ടങ്ങ് മിക്സ് ചെയ്തു നന്നായിട്ട് അല്ലേ. ഇട്ടു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തതും അതിന്റെ നെയ്യ് എല്ലാം കൂടെ കൂടി അത് ഒഴിച്ചു. ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതിട്ടു. ഒപ്പം നമ്മുടെ അരിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും നന്നായിട്ട് ടൈറ്റായി അതല്ലേ, ഒരു കട്ടിയായി. അപ്പൊ കണ്ടോ ഇതുപോലെ ഈ ഒരു രീതിയിലേക്ക് വന്നു. ഇനിയിപ്പോ നമ്മൾ ഇതൊന്ന് വാങ്ങാൻ പോവാ നമ്മള്. അപ്പൊ നമ്മൾ ഇടുന്ന ഒരു ഭാഗം എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓഫായി പോയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം കിട്ടിയിട്ടില്ല. അപ്പൊ അതൊന്നുമില്ല, അറിയാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ നന്നായിട്ട് മിക്സപ്പ് ആയിട്ടുള്ള വഴണ്ട് വന്ന ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടു, അത്രേ ഉള്ളൂ. എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൂട്ടിയെടുത്ത് കണ്ടോ ഈ നന്നായിട്ട് കട്ടിയിലേക്ക് ടൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ടൈറ്റ്നെസ് നന്നായിട്ട് വന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പലഹാരം ഇനി നമ്മൾ വാങ്ങാൻ പോകണം. ഇനി ഇരിക്കുമ്പോൾ വീണ്ടും ഇത് കട്ടിയാവും അല്ലേ. അങ്ങനെ നമ്മുടെ പലഹാരം എന്താ ഇങ്ങനെ നമ്മൾ അടുപ്പേ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതെന്താ വെച്ചാൽ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി വെക്കാൻ പോവാ അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ തടവിയ ട്രേക്കകത്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കാം. ഇത് നമ്മുടെ ഹൽവ പോലെ അങ്ങനെ അങ്ങ് സെറ്റായി കിട്ടത്തില്ല അല്ലേ, അങ്ങനെ ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇപ്പൊ നമുക്കിത് അല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കോരി വെക്കാം ഇതിൻ്റെ അകത്ത്. നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെക്കാനുള്ള ഉള്ളൂ ശരിക്കും പറഞ്ഞാലല്ലേ. അപ്പൊ നമ്മുടെ മത്തങ്ങ അരിതരം റെഡി ആയിട്ടുണ്ട്. നല്ല ചട്ടിക്കകത്ത് നല്ല നമ്മൾ പറഞ്ഞ കരിപ്പട്ടി ശർക്കര കോരി വെച്ചേക്കുന്ന പോലെ ഇരിക്കുവാണിത്. അപ്പൊ നമ്മളിത് അലുവ പോലെ കണ്ടിച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ അങ്ങനെ കണ്ടിച്ചെടുക്കാം, പക്ഷെ അങ്ങനെ കട്ടി വരില്ല. അപ്പൊ ഇത് ചായക്കും വെറുതെ തിന്നാനും കോരി തിന്നാനും ഒക്കെ നല്ല ഒന്നാതിനും സാധനമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പഴയ നാടൻ പലഹാരം. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റിനും മറക്കരുത്. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പലഹാരം റെഡി.